സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. അതിശക്തമായ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. മഴക്കെടുതിയിൽ ഇന്ന് 2 പേർ മരിച്ചു. സംസ്ഥാനത്ത് 5 ദിവസം കൂടി കനത്ത മഴ തുടരാനാണ് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. റവന്യൂ മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർമാർ യോഗം ചേർന്ന് മഴ സാഹചര്യം വിലയിരുത്തി. ചെറിയ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാവുകയാണ്. വയനാട്, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുന്നു. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 4 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ ഇടിമിന്നലേറ്റ് ചെത്തുതൊഴിലാളി മരിച്ചു. ആറളം സ്വദേശിയായ രാജീവനാണ് മരിച്ചത്. ജോലി കഴിഞ്ഞ് വിശ്രമിക്കുന്നതിനിടെ ഇടിമിന്നലേൽക്കുകയായിരുന്നു. മലപ്പുറം കരുവാരക്കുണ്ട് സ്വപ്നക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. കുളിക്കാനിറങ്ങിയ മുക്കട്ട സ്വദേശി ജംഷാദിനാണ് ജീവൻ നഷ്ടമായത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനും ഗുരുതര പരിക്കേറ്റു. മഴ ശക്തി പ്രാപിച്ചതോടെ വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. എറണാകുളം ജില്ലയിലെ ദുരിതപ്പെയ്ത്തിൽ കടുങ്ങല്ലൂർ, മൂവാറ്റുപുഴ, ആലുവ, ഏലൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വെള്ളം കയറി. ബോസ്കോ കോളനിയിൽ നിന്ന് 30 കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചു. പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നു. ആലുവ ശിവക്ഷേത്രം വെള്ളത്തിനടിയിലായി. ശക്തമായ മഴയിൽ കോതമംഗലത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കുടമുണ്ടപ്പാലം പൂർണ്ണമായി മുങ്ങി. ഇടുക്കിയിൽ ആദിവാസി മേഖലകളായ നാളിയാനി, കോഴിപ്പള്ളി മേഖലകൾ ഒറ്റപ്പെട്ടു. നാളിയാനി, കോഴിപ്പള്ളി, കുളമാവ് റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മാങ്കുളം പെരുമ്പൻകുത്ത് 6 മൈൽ റോഡിൽ വിള്ളൽ രൂപപ്പെട്ടു. ഏലപ്പാറ ചിന്നാറിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. KSRTC ബസ് സ്റ്റാൻഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. ആലപ്പുഴയിൽ ശക്തമായ കാറ്റിൽ വീടിന്റെ മേൽക്കൂര പറന്നുപോയി. മരം കടപുഴകി വീണും വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. ശക്തമായ മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി. ചാലക്കുടി പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചു. കപ്പത്തോട് കരകവിഞ്ഞു. റെയിൽവേ ക്വാർട്ടേഴ്സ് ഭാഗത്തും ഡിവൈൻ കോളനിയിലും വെള്ളക്കെട്ട് രൂക്ഷമായതോടെ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. വെള്ളപ്പൊക്കം രൂക്ഷമായതോടെ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഒരു വലിയ മഴ പെയ്തു കഴിഞ്ഞാൽ, ഒരു ശക്തിയായിട്ടുള്ള മഴ പെയ്താൽ ഒറ്റ രാത്രി കൊണ്ടാണ് ഇവിടെ വെള്ളം കയറുന്നത്. ജീവനപകടപ്പെടാത്തത് ഇപ്പോൾ എല്ലാ കൊല്ലവും കയറുന്ന കാരണം കൊണ്ട് ആളുകൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കുന്ന കാരണം കൊണ്ടാണ് മരണങ്ങൾ സംഭവിക്കാത്തത്. പാലക്കാട്, മണ്ണാർക്കാട് വിവിധയിടങ്ങളിൽ വെള്ളം കയറി. കുന്തിപ്പുഴയിൽ നീരൊഴുക്ക് ശക്തമാണ്. കോഴിക്കോട് ജില്ലയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ചാലിയാറിൽ നീരൊഴുക്ക് ശക്തമായതോടെ ബേപ്പൂർ ഹാർബറിന് സമീപം നങ്കൂരമിട്ട കൂറ്റൻ ഫൈബർ വള്ളങ്ങൾ ഒഴുകിപ്പോയി. നാദാപുരത്ത് വിവിധയിടങ്ങളിൽ വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. ചെറുവാടിയിൽ തോടിന്റെ പാർശ്വഭിത്തി ഇടിഞ്ഞു. ഇന്നലെ രാത്രി മുതൽ പെയ്ത മഴയിൽ ചാലിയാറിലും ഇരുവഴിഞ്ഞിയിലും മാമ്പുഴയിലും കരകവിഞ്ഞ വെള്ളമൊഴുകുകയാണ്. കോട്ടയം എരുമേലി മൂക്കൻപെട്ടി കോസ്വേ വെള്ളത്തിൽ മുങ്ങിയതോടെ പ്രദേശത്തെ ഗതാഗതം തടസ്സപ്പെട്ടു. തിരുവനന്തപുരം പള്ളിത്തുറയിൽ കടലാക്രമണം രൂക്ഷമായി. സംസ്ഥാനത്തെ വിവിധ ഡാമുകളിലും നദികളിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച കോഴിക്കോട് കക്കയം ഡാമിൽ നിന്ന് അധിക ജലം ഒഴുക്കിവിടും. ഇരിട്ടി ബാരാപ്പോൾ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ കനാലിൽ ഗർത്തം രൂപപ്പെട്ടതിനെ തുടർന്ന് ഉൽപാദനം പൂർണ്ണമായി നിർത്തി. റവന്യൂ മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ മഴ സാഹചര്യം വിലയിരുത്തി. നമ്മളിതുമായി ബന്ധപ്പെട്ട് ഇപ്പം ഇന്ന് 3 മണിക്ക് വളരെ അടിയന്തരമായി പ്രിൻസിപ്പൽ സെക്രട്ടറിയും ദുരന്ത നിവാരണത്തിന് ഉദ്യോഗസ്ഥന്മാരും ജില്ലാ കളക്ടറും എല്ലാം പങ്കെടുത്തുകൊണ്ട് ഞാൻ തന്നെ പങ്കെടുത്ത് ഒരു യോഗം അടിയന്തരമായി നടത്തി സ്ഥിതിഗതികൾ വിശദീകരിച്ചിരുന്നു. അടുത്ത 5 ദിവസവും കനത്ത മഴ തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.